വർഷം 1954. അമേരിക്കയിലെ കൊച്ചു പട്ടണമായ വിസ്കോൺസിനിലെ തിരക്കൊഴിഞ്ഞ ഒരു തെരുവ്. ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ഏതാനും വാഹനമല്ലാതെ ആ തെരുവ് വിജനമായിരുന്നു. കച്ചവടമെല്ലാം കഴിഞ്ഞ് തൻ്റെ പബ് അടയ്ക്കാൻ പോവുകയായിരുന്നു മേരി ഹോഗൻ. അവസാന കസ്റ്റമറിനോടും യാത്ര പറഞ്ഞതിന് ശേഷം പബ് അടയ്ക്കാൻ വേണ്ടി മേരി വാതിലിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് എതിരെ ഒരാൾ നടന്നു വരുന്നത് കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെയുള്ള സ്ഥിരം കസ്റ്റമറിൽ ഒരാളായിരുന്നു. പബ് ക്ലോസ് ചെയ്തു എന്ന് മേരി പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും വകവയ്ക്കാതെ പബിനകത്തേക്ക് കയറി കൗണ്ടറിൻ്റെ മുന്നിൽ പോയി നിന്നു. മേരി പബ് അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് നീങ്ങി. പക്ഷേ അവരത് പറഞ്ഞു തീർക്കും മുമ്പേ അയാൾ കോട്ടിൽ നിന്നും ഒരു .32 പിസ്റ്റൾ എടുത്ത് മേരിയുടെ മുഖത്തേക്ക് ചൂണ്ടി കാഴ്ച കഴിച്ചു. തലയോട്ടി ചിതറിച്ചുകൊണ്ട് ആ വെടിയുണ്ട പാടിപ്പോയി. അതിനുശേഷം മേരിയുടെ ശരീരം കാറിലേക്ക് വലിച്ചു കയറ്റി ആ കാർ ചെന്ന് നിന്നത് ഒരു ഫാം ഹൗസിലേക്ക്. അടുത്ത ദിവസം പബ്ബിൽ വന്ന പോലീസുകാർ കണ്ടത് ഒഴുകിക്കിടക്കുന്ന രക്തവും ചിതറിക്കിടക്കുന്ന കസേരകളുമാണ്. പക്ഷേ മേരി ഹോഗന്റെ ശരീരമോ മറ്റു തെളിവുകളോ പോലീസിന് അവിടുന്ന് കിട്ടിയില്ല. 3 വർഷത്തിന് ശേഷം പ്ലാൻഡിഫ് നഗരത്തിലെ ആളൊഴിഞ്ഞ തെരുവ്. സമയം ഏതാണ്ട് 11 മണിയാകുന്നു. കനത്ത കാറ്റും മഴയുമുള്ള ഒരു രാത്രിയായിരുന്നു. വഴിയോരത്തുള്ള കടകളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. നഗരമധ്യത്തിൽ ഒരു കടയിൽ മാത്രം വെളിച്ചമുണ്ടായിരുന്നു. അവിടെ തിരക്കിട്ടാരോ ജോലി ചെയ്യുന്നത് ശബ്ദം കേൾക്കാം. ബേർണിസ് വാർഡൻ എന്ന 58-കാരിയുടെ ഹാർഡ്വെയർ സ്റ്റോറായിരുന്നു അത്. രാത്രി വളരെ വൈകിയതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്റ്റോർ അടച്ച് വീട്ടിലെത്താനുള്ള വെപ്രാളത്തിലായിരുന്നു വാർഡൻ. പെട്ടെന്ന് ഒരു അപരിചിതൻ ഡോർ തള്ളി തുറന്ന് കടയ്ക്കകത്തേക്ക് കയറി വന്നു. മതിലിൽ തൂക്കിയിട്ടിരുന്ന റൈഫിൾ വലിച്ചെടുത്ത് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബുള്ളറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിറച്ചു. ശബ്ദം കേട്ട് അകത്തുനിന്ന് പുറത്തേക്ക് വന്ന ബർണിസ് കണ്ടത് തൻ്റെ നേരെ റൈഫിൾ ചൂണ്ടി നിൽക്കുന്ന ഒരാളെയാണ്. ഒന്ന് കരയാൻ പോലും സമയം കൊടുക്കാതെ അയാൾ കാഞ്ചു കഴിച്ചു. ചോരയും തലച്ചോറും 4 പാടും ചിതറി. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ ശരീരം തൻ്റെ മുതുകിൽ ചുമന്ന് പിക്കപ്പ് വാനിൽ കൊണ്ടുപോയി. എന്നിട്ട് അയാൾ തിരിച്ച് സ്റ്റോറിലേക്ക് കയറി കൗണ്ടറിലുണ്ടായിരുന്ന $41 അയാളുടെ പോക്കറ്റിലിട്ടു. എന്നിട്ട് അവിടെ നിന്നിറങ്ങി എങ്ങോട്ടോ പോയി. അടുത്ത ദിവസം വൈകുന്നേരമായപ്പോൾ ബർണിസ് വാർഡൻ്റെ മകൻ ഫ്രാങ്ക് നായാട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി. അമ്മയെ വീട്ടിൽ കാണാത്തതിനാൽ അയാൾ ഹാർഡ്വെയർ സ്റ്റോറിലേക്ക് ചെന്നു. അവിടെ അയാൾ കണ്ടത് ഭീകരമായ കാഴ്ചയായിരുന്നു. അവിടെ എങ്ങും രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അമ്മയുടെ കൈപ്പടയിൽ എഴുതിയ സ്ലിപ്പുകൾ ചിതറിക്കിടക്കുന്നതും അയാളുടെ കണ്ണിൽപ്പെട്ടു. ഫ്രാങ്ക് ആ ടൗണിലെ ഷെരീഫ് കൂടിയായിരുന്നു. ചുറ്റുവട്ടമുള്ളവരെ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഒരു ട്രക്ക് ആ സ്റ്റോറിന് സമീപത്ത് നിന്നും പോകുന്നത് കണ്ടതായി ഒരാൾ പറഞ്ഞു. പെട്ടെന്ന് രക്തത്തിൽ നനഞ്ഞിരിക്കുന്ന ആ റെസിപ്റ്റിനെ പറ്റി അയാൾക്ക് ഓർമ്മ വന്നു. അത് എഡ് എന്ന വ്യക്തിയുടെ പേരിലായിരുന്നു. അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഒരു കോഫി ഷോപ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എഡിനെ ഫ്രാങ്ക് കണ്ടുപിടിച്ചു. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തെപ്പറ്റി ചോദിച്ചപ്പോൾ എഡ് അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. എഡിൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഫ്രാങ്ക് എഡിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. എന്നിട്ട് അയാളുടെ വീട് സെർച്ച് ചെയ്തു. പരിശോധനയ്ക്കായി വീടിനകത്ത് കിടന്നവർ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. മുറിച്ചു മാറ്റിയ തൻ്റെ അമ്മയുടെ തലയാണ് അവർ ആദ്യം കണ്ടത്. തുടർന്നുള്ള പരിശോധനയിൽ ഉരിച്ച നിലയിൽ ആളുകളുടെ തൊലിയും മറ്റു ശരീരഭാഗങ്ങളും ആ വീട്ടിൽ നിന്നും കണ്ടെത്തി. മനുഷ്യൻ്റെ തോലുകൊണ്ടുണ്ടാക്കിയ വേസ്റ്റ് ബാസ്ക്കറ്റ്, ഫർണിച്ചറുകൾ, തലയോട്ടികൾ കൊണ്ടുണ്ടാക്കിയ ബൗൾസ്, അതുപോലെ പല വീട്ടുപകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞത് ഒരു അർബൻ ലെജൻഡല്ല, ലെജൻഡിനേക്കാൾ വിചിത്രമായ യഥാർത്ഥ സംഭവം. ലോകത്തെ മൊത്തം നടുക്കിയ ഏറ്റവും കുപ്രസിദ്ധനായ സീരിയൽ കില്ലറായ എഡ് ഗെയിൻ്റെ കഥ. ഏകാന്തവും ദുരിതപൂർണവുമായിരുന്നു എഡ് ഗെയിൻ്റെ ബാല്യകാലം. മദ്യപാനിയായ അച്ഛനമ്മമാർ തമ്മിലുള്ള കലഹം, ഏകാന്ത ജീവിതവും എഡ് ഗെയിനെ മാനസികമായി തളർത്തി. സ്കൂളിലെ കുട്ടികളും അവനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. കുട്ടികളെ സന്മാർഗ ചിന്തയിൽ വളർത്താനുള്ള എഡ് ഗെയിൻ്റെ അമ്മയുടെ ശ്രമം അവനെ വിപരീതമായിട്ടാണ് സ്വാധീനിച്ചത്. പക്ഷേ അവൻ അമ്മയെ വളരെ ഇഷ്ടമായിരുന്നു. മരണവും കൊലപാതകങ്ങളെല്ലാം അവന് ചെറുപ്പം മുതലേ ആകർഷിച്ചിരുന്നു. തൻ്റെ സഹോദരനെ ഒരു തീ അപകടത്തിൽപ്പെടുത്തിയാണ് അവൻ ക്രൂരതയുടെ ലോകത്തിലേക്ക് കടക്കുന്നത്. പിന്നീട് നിരവധി കൊലപാതകങ്ങൾ ചെയ്ത എഡ് ഗെയിൻ ദ ബുച്ചർ ഓഫ് പ്ലെയിൻഫീൽഡ് എന്ന പേരിൽ അറിയപ്പെട്ടു. കൊലപാതകം മാത്രമല്ല, ഇരകളുടെ തൊലി ഉരിഞ്ഞെടുത്ത് അതുകൊണ്ട് ഓരോ സാധനങ്ങൾ അയാൾ ഉണ്ടാക്കിയിരുന്നു. ബർണിസിൻ്റെ കൊലപാതകത്തിന് ശേഷം പിടിയിലായ എഡ് ഗെയിൻ താൻ അതുവരെ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും ഏറ്റുപറഞ്ഞു. ദി സൈക്കോ, ദി സൈലൻസ് ഓഫ് ദി ലാംബ്, ദ ടെക്സസ് ചെയിൻസോ മാസക്കർ എന്നീ സൂപ്പർ ഹിറ്റ് ഹോളിവുഡ് ഹൊറർ മൂവീസ് എല്ലാം
എഡ് ഗെയിൻ്റെ ജീവിതത്തെയും കുറ്റകൃത്യങ്ങളെയും ബേസ് ചെയ്തുണ്ടാക്കിയതാണ്. ആത്മസംതൃപ്തിക്ക് വേണ്ടി മനുഷ്യജീവനെടുക്കുന്ന സാഡിസ്റ്റുകളായ സീരിയൽ കില്ലേഴ്സ് ഒരുപക്ഷെ നമ്മളുടെ മുന്നിലൂടെയും കടന്നു പോയിട്ടുണ്ടാകാം. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോയുമായി ഞങ്ങളെത്തും. അതുവരെയും സ്റ്റേ ലൈവ്.